പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടിയാരയാണ്. മാരേജ് ഫംഗ്ഷനോ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഇടാൻ പറ്റിയ ഒരു ടിയാരയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ ഇതുപോലത്തെ ചാനൽ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് ഇനി നമുക്ക് ടിയാര ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഫ്ലവറാണ്. നമുക്ക് ഫ്ലവർ വേണം, പെപ്സ് വേണം, ഗോൾഡൻ വയർ വേണം, റിങ് വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണം. നമുക്ക് ഫ്ലവർ നമുക്ക് വലിയ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. അതിൽ വയറൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. പിന്നെ റിങ് നമുക്ക് പല അളവിൽ കിട്ടും. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു വലിയ ആൾക്കാരുടെ അളവിലുള്ള ഒരു റിങ്ങാണിത്. പിന്നെ വേണ്ടത് പെപ്സാണ്. പെപ്സ് പല കളർ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നതിനനുസരിച്ച് എനിക്ക് ഗോൾഡൻ പെപ്സാണ് വേണ്ടത്. അപ്പോൾ ഗോൾഡൻ പെപ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ ഗോൾഡൻ വയർ, ഗോൾഡനോ സിൽവർ കളറോ വയർ കിട്ടും. രണ്ട് തരത്തിലുള്ള വയർ കിട്ടും നമുക്ക്. ഒന്ന് കട്ടിയുള്ളതും ഒന്ന് കട്ടി കുറഞ്ഞതും കിട്ടും. ഇതിന് ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കട്ടി കുറഞ്ഞ വയറാണ് നമുക്ക് ആവശ്യം. പിന്നെ ടേപ്പ്, ഫ്ലവർ ടേപ്പ് മൂന്ന് കളറിൽ കിട്ടും. ബ്രൗൺ കളറിലും ഗ്രീൻ കളറിലും വൈറ്റ് കളറിലും കിട്ടും. ഇപ്പം എനിക്കിവിടെ ആവശ്യം എന്ന് പറഞ്ഞത് വൈറ്റ് കളറുള്ള ടേപ്പാണ്. ഗോൾഡൻ വയർ എടുത്ത് നമ്മുടെ ആവശ്യത്തിന് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കണം. ഫ്ലവർ നമുക്ക് ഈ ഗോൾഡൻ വയർ ഇടാണ്ട്, ഈ വയറൊന്നും ഇടാണ്ടുള്ള ഫ്ലവറേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലവർ എടുത്ത് വെച്ച് ഈ കമ്പി അതിലേക്ക് കടത്തി നമ്മുടെ കറക്റ്റ് അളവിലെടുത്ത് ചുറ്റി ഇതിലേക്ക് വെക്കാൻ പാകത്തിന് ആക്കിയെടുക്കണം. ഒരു 10 അല്ലെങ്കിൽ 12 ഫ്ലവർ. ഇതിപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ഫ്ലവറാണ് ഞാൻ എടുത്തേക്കണേ. അതുകൊണ്ട് ഏകദേശം ഒരു 12 ഫ്ലവർ നമുക്കിതിന് ആവശ്യമുണ്ടാവും. അതനുസരിച്ച് നമ്മളത് കമ്പി കെട്ടി വെക്കണം. പിന്നെ ഫ്ലവർ ടേപ്പ് നമ്മൾ ഫുള്ള് എടുക്കരുത്, കുറച്ച് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമ്പോൾ അത് നല്ലോണം അങ്ങനെ ചുറ്റി വരും. നമുക്കത് ബുദ്ധിമുട്ടാവും ചെയ്യുമ്പോൾ. ആദ്യം തന്നെ ഫ്ലവർ ടേപ്പ് നമ്മൾ ഒരു ഗമ്മ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് വലിയത് ഇതിനൊരു ഗമ്മ ഉണ്ടാവും. ആ ഗമ്മ എന്തെങ്കിലും ഇട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫ്ലവർ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഫ്ലവർ നമ്മൾ ഇതിലേക്ക് വെച്ച് നമ്മൾ ഉറപ്പിന് വേണമെങ്കിൽ കമ്പി ഒന്ന് ആ റിങ്ങിലേക്ക് ഒന്ന് ചുറ്റി വയ്ക്കാം. ചുറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചുറ്റി വെച്ചിട്ട് നല്ലോണം ചുറ്റി കൊടുത്തിട്ട് ഈ ഫ്ലവർ ടേപ്പും അതിൻ്റെ ഒപ്പം തന്നെ ചുറ്റി കൊടുക്കണം. അല്ലെങ്കിൽ കമ്പി നമുക്ക് പുറത്ത് കാണാൻ പറ്റും. പുറത്ത് കാണാതെ അതിൻ്റെ കമ്പിയുടെ എൻഡ് നമ്മുടെ തലയിലൊന്നും മുട്ടാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ, അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ പെപ്സ്, അതനുസരിച്ചാണ് ഞാൻ വയ്ക്കുന്നത്. ഗോൾഡൻ പെപ്സ് ഒരെണ്ണം വയ്ക്കാം, 2 എണ്ണം വയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ 2 എണ്ണമാണ് വയ്ക്കുന്നത്. 2 പെപ്സ് എടുത്ത് വെച്ച് നമുക്ക് ഇച്ചിരി കാണുമ്പോൾ ഒരു തിക്കായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ വെക്കണത്. രണ്ടും ഒരുമിച്ച് പിടിച്ച് വെച്ച് ഇതുപോലെ കമ്പിയിലേക്ക് വെച്ച് അടുത്ത ഫ്ലവറിനോട് ചേർത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഇടവിട്ട് സ്ഥലമൊക്കെ ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ അത്യാവശ്യം ഒന്ന് ചേർത്താണ് കൊടുക്കണത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഫ്ലവർ ടേപ്പ് വെച്ച് ഇടയ്ക്ക് ഗമ്മ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് വലിക്കുമ്പോൾ നമ്മൾ പൊട്ടിപ്പോരും. അപ്പോൾ ആ ഗമ്മ് വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റോട് കൂടി അവിടെ നിൽക്കും, പോരൂല. അപ്പം നമുക്കതുപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി എടുക്കാം. അടുത്തത് ഇനി ഞാൻ വയ്ക്കാൻ പോകുന്നത് പിങ്ക് കളർ ഫ്ലവറാണ്. ഫുള്ള് വൈറ്റ് വയ്ക്കണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഫുള്ള് പിങ്ക് വയ്ക്കണമെങ്കിലും വയ്ക്കാം. അപ്പം ഇങ്ങനെ അറ്റം വരെ നമ്മൾ ഓരോന്ന് മാറി ചെയ്ത് നോക്കാം.
അറ്റത്തേക്ക് വരുമ്പോൾ ഞാൻ പിന്നെ ഇവിടെ 11 ഫ്ലവറേ നമുക്ക് വന്നോളൂ. അപ്പോൾ 2 വൈറ്റ് അടുപ്പിച്ച് വന്നാറുണ്ട്. ഇച്ചിരി ഭംഗി കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പിങ്ക് 2 അടുപ്പിച്ച് കൊടുത്തേക്കണേ. ഏറ്റവും അവസാനം വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അത് കറക്റ്റാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ചെയ്തതിൻ്റെ അടുത്തേക്കൂടെ പയ്യെ ആ ടേപ്പ് അതിൻ്റെ മുകളിൽ കമ്പി കാണാതിരിക്കണം. പച്ച കളറുള്ള കമ്പിയൊന്നും നമ്മൾ ഇപ്പുറത്തേടെ നോക്കുമ്പോൾ കാണരുത്. അപ്പം അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റേൻ്റെ മുകളിൽ കൂടെയും പിന്നെയും ചുറ്റി പോയിട്ട് മറക്കാതെ ഗമ്മിടണം. ആ ഗമ്മിട്ടതിന് ശേഷമാണ് നമ്മൾ നല്ലോണം ഗമ്മിട്ട് ഫിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്തണം. ഈ ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലവറിൻ്റെ ആയിട്ടുള്ള ഐറ്റംസാണ് കൂടുതൽ. ഹെയർ ബാൻഡ്, ടിക് ടാക്ക്, അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെയാണ് ഈ ചാനലിൽ വരുന്നത്. ഈ ചാനൽ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.